ക്ലാപ്പന EMS ലൈബ്രറി ഏർപ്പെടുത്തിയ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഡോക്ടർ എ സാബുവിന് സമ്മാനിച്ചു. 10,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരാണ് സമ്മാനിച്ചത്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകര പ്രദേശത്തു നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ക്ലാപ്പന EMS ലൈബ്രറി ഏർപ്പെടുത്തിയ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരമാണ് ഡോക്ടർ എ സാബുവിന് സമ്മാനിച്ചത്. ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചു. ശാസ്ത്രമേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചായിരുന്നു പുരസ്കാരം. ഗ്രന്ഥശാല പ്രസിഡന്റ് G അനിത അധ്യക്ഷത വഹിച്ചു. R മോഹനൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ ഹൃദയം കൊണ്ട് നെയ്തെടുത്ത സ്നേഹത്തിൽ തീർത്ത ഒരു പുരസ്കാരമാണ് ഓണാട്ടുകര പുരസ്കാരം എന്നത് ഒന്ന്. രണ്ട്, അത് കൊടുക്കുന്നത് ക്ലാപ്പന EMS ഗ്രന്ഥശാലയാണ്. 8 വർഷമായ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിലും കഴിഞ്ഞ 10 വർഷമായി ക്ലാപ്പന EMS ഗ്രന്ഥശാലയുടെ ിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പല പ്രഭാതങ്ങളും ഈ ഗ്രന്ഥശാലയിൽ ഉദിക്കുകയും പല രാത്രികളും ഇവിടെ അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് കണ്ടു തീർത്ത സ്വപ്നങ്ങളൊക്കെ ഒന്നൊന്നായി മണ്ണിലിറക്കാൻ എനിക്ക് പറ്റിയ ഒരു ഇടമാണ് ഈ ക്ലാപ്പന EMS ഗ്രന്ഥശാല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. EMS ഗ്രന്ഥശാലയാണ് അതിന് വേദിയാകുന്നത്. VP ജയപ്രകാശ് മേനോൻ പ്രശസ്തി പത്രം അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ പ്രതിഭകളെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് അനുമോദിച്ചു. അധ്യാപിക ഗീത വി പണിക്കർ, മുതിർന്ന പത്രവിതരണക്കാരൻ സദാനന്ദൻ പിള്ള എന്നിവരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപ്തി രവീന്ദ്രൻ, B ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ആ നിമിഷം തന്നെ ഞാൻ അദ്ദേഹത്തിനെ മനസ്സിൽ കുറിച്ചിട്ടു. കാരണം ഇത്രയും സൗമ്യമായി എന്നാൽ ഇത്രയും വ്യക്തമായും ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾക്ക് പറയാനൊക്കും എന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ശക്തമായ അഭിപ്രായങ്ങളുള്ള ആളാണ്. ഒരിക്കലും നമുക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ സൗഹാർദ്ദത്തിനെ ബാധിക്കുന്ന രീതിയിലോ ഒന്നുമല്ല. അദ്ദേഹം എല്ലാവരെയും മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും മാനുഷികമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ആകാം എന്ന് പഠിക്കാനുള്ളൊരു പാഠപുസ്തകം കൂടെയാണ് ഡോക്ടർ സാബു. ഒരു പ്രസംഗത്തിന് തയ്യാറല്ല വന്നതും അതിനുള്ളൊരു അവസരവുമല്ല. പ്രധാനപ്പെട്ട പരിപാടി അച്യുത് ശങ്കർ സാറിൻ്റെ ശാസ്ത്ര സംവാദമായിരുന്നു. അത് ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. EMS സാംസ്കാരിക ഗ്രന്ഥശാല ഇനിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് പറ്റുന്ന ഏറ്റവും അർപ്പണബോധമുള്ള ഭാരവാഹികളാണ് അതിനുള്ളത്. ഇനി നാളെ ഒരു അവസരത്തിൽ വരുന്ന ഭാരവാഹികളും അത്രയും അർപ്പണബോധം ഉള്ളവർ തന്നെയായിരിക്കും. ബാലവേദി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അക്ഷരഗാന ശില്പത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ഡോക്ടർ അച്യുത് ശങ്കർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.